അള്ളാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, മുത്തുനബി അവിടെന്ന് പറയുകയാ, നിങ്ങൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുകയാണ്. നിങ്ങളെ സഹായിച്ചാൽ, യതീമിങ്ങളെ സഹായിച്ചാൽ പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വരികയാണ്. എന്റെയും നിങ്ങളുടെയും വീടുകളിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരുന്നതിന് പ്രതികാരം ചെയ്യുന്നത് പോലെ ഏത് കഴിക്കണമെന്ന് നമുക്കറിയില്ല. റബ്ബേ, ഭക്ഷണം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാ. എങ്കിലും നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീടിന്റെ പരിസരത്ത്, നമ്മുടെ അയൽവാസികൾ ഒരു നേരം പടച്ചവര് നോമ്പ് തുറക്കുന്ന സമയത്ത് കയ്യിലെ വെള്ളവും അതാ കാരക്കയും പിടിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ പാവങ്ങളുണ്ട്. മറന്നു പോകല്ലേ ചെറുപ്പക്കാരാ, മറന്നു പോകല്ലേ പെങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഹജ്ജിന് സ്വർഗ്ഗമാണ് പ്രതിഫലമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ കഴിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ കഴിയുമോ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പരിശുദ്ധമായ കഅബാലയത്തിൽ മതാഫിലൂടെ തവാഫ് ചെയ്തിട്ട് മഹാനവറുകൾ കഅബയുടെ ചാരത്തിങ്ങനെ ഇരിക്കുമ്പോ അവിടെ ഒരു സ്വപ്നം കാണുകയാ. ഈ വർഷം ഹജ്ജിന് വന്ന ആൾക്കാരുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചത് എന്തുകൊണ്ടെന്നറിയുമോ? ഹജ്ജ് ചെയ്യാത്ത ഒരു മനുഷ്യന്റെ ഒരു നന്മ കൊണ്ടാ. ഹജ്ജ് ചെയ്യാത്ത ഒരു മനുഷ്യന്റെ ഒരു നന്മ കാരണം എല്ലാവരുടെയും അല്ലാഹു ഹജ്ജ് സ്വീകരിച്ചത് മഹാനവറുകൾക്ക് വല്ലാത്ത അത്ഭുതമായി. ആരാ തമ്പുരാന് പറഞ്ഞ അടയാളം വെച്ച സ്വപ്നത്തിൽ കണ്ട നാട്ടിലേക്ക് യാത്രയാവുകയാണ്. പടച്ചവനെ, ഹജ്ജ് ചെയ്യാതെ ഹജ്ജിന്റെ പ്രതിഫലം കിട്ടിയ മനുഷ്യനാരാ? ഹജ്ജ് ചെയ്യാതെ ഹജ്ജിന്റെ പ്രതിഫലം കിട്ടിയ മനുഷ്യനെ തേടിയിട്ട് ഈ മഹാൻ പോയി. ചെന്ന് നോക്കുമ്പോ ഒരു ചെരുപ്പ് കുത്തിയായ മനുഷ്യനാ. ഒരു ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഹജ്ജിന് പോകണമെന്നാണ്. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം ഹജ്ജിന് പോകണം. ചെരുപ്പ് കുത്തിയിട്ട് കിട്ടുന്ന പൈസയിൽ നിന്നൊരൽപ്പം എടുത്തു മാറ്റിവെക്കും. ഇങ്ങനെ പതിറ്റാണ്ടുകളോളം, എത്രയോ കൊല്ലം ഹജ്ജിന് പോകാൻ വേണ്ടി തന്റെ ശമ്പളത്തിൽ നിന്ന് തനിക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് അല്പമായിട്ട് എടുത്തു മാറ്റിവെച്ചു. ചരിത്രം അവിടുന്ന് പറയുന്നുണ്ട്, ഈ മനുഷ്യൻ അവസാനം ഹജ്ജിന് പോകാനുള്ള പൈസയായി തന്റെ പ്രിയപ്പെട്ട ഭാര്യ പരിപൂർണ ഗർഭിണിയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ പരിപൂർണ ഗർഭിണിയാ. അപ്പൊ ഗർഭിണിയായിരിക്കുന്ന ഒരു പെണ്ണ് ചോദിക്കുന്ന കാര്യം ഭർത്താവ് വാങ്ങിക്കൊടുക്കണം. അപ്പൊ തന്റെ പ്രിയപ്പെട്ട ഭാര്യ എപ്പോഴും പറയും, ഇത്തിരി ഇറച്ചി എനിക്ക് കഴിക്കണം, വാങ്ങിത്തരുവോ? ഈ സാധുവിന്റെ കയ്യിൽ പൈസയില്ല. ഹജ്ജിന് പോകാൻ വെച്ചിരിക്കുന്ന പൈസയല്ലാതെ വേറെ പൈസയില്ല. ഒരു ദിവസം ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ പൂർണ്ണ ഗർഭിണിയായ ഭാര്യ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഇറച്ചി വാങ്ങിത്തരൂല. ഞാനൊരു ഗർഭിണിയാണ്, നിങ്ങൾ എനിക്ക് ഇറച്ചി വാങ്ങിത്തരൂല. പക്ഷേ ഇന്ന് നമ്മുടെ വീടിന്റെ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് ഇറച്ചിക്കറിയുടെ മണം അടിക്കുന്നുണ്ട്, അവിടെയെങ്കിലും പോയി ഇത്തിരി വാങ്ങിയിട്ട് വാ. ഒരു പൂർണ്ണ ഗർഭിണിയായ പെണ്ണ് തന്റെ ഭർത്താവിനോട് പറയുകയാ, ഇറച്ചി കഴിക്കാനുള്ള കൊതി കൊണ്ട് പറയാ, അടുത്ത വീട്ടിൽ പോയിട്ടെങ്കിൽ ഇത്തിരി വാങ്ങിയിട്ട് വാ. തന്റെ ഭാര്യയുടെ ആഗ്രഹമാണല്ലോ. ആ ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ അയൽവാസിയുടെ വീട്ടിലേക്ക് കടന്നുപോയി. ചെന്നിട്ട് ചോദിച്ചു, പെണ്ണെ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാ, അവൾക്ക് ഇത്തിരി ഇറച്ചി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറച്ചിക്കറിയുടെ മണം അടിക്കുന്നു, ഒരിത്തിരി ഇറച്ചിതാ എന്റെ ഭാര്യയ്ക്ക് കഴിക്കാനാ. ആ പെണ്ണ് പറഞ്ഞു, ഞാൻ തരൂല. ആ പെണ്ണ് പറഞ്ഞു, ഞാൻ തരൂല. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, അന്നാ ഇറച്ചി വേണ്ട, ഇത്തിരി വെള്ളമെങ്കിലും താ. ആ ഇറച്ചിയുടെ ഒരൽപ്പം ചാറെങ്കിലും താ എന്റെ ഭാര്യക്ക. ആ പെണ്ണ് പറഞ്ഞു, ഞാൻ തരൂല. ഈ മനുഷ്യൻ പറഞ്ഞു, അവള് ഗർഭിണിയാ,
നിന്നെ പോലെ ഒരു പെണ്ണല്ലേ, ഇത്തിരി ഇറച്ചിയുടെ ഇല്ല, നിങ്ങൾ എത്ര ചോദിച്ചാലും ഞാൻ തരൂല. ഈ മനുഷ്യന് സങ്കടമായി. ചെരുപ്പ് കുത്തിയായി മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ എന്തേ തരാത്ത, ഒരിത്തിരി ചാറ് പോലും തരാത്തത് എന്താ? ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞു, ഈ ഇറച്ചി നിങ്ങൾക്ക് കഴിച്ചുകൂടാ, ഈ ഇറച്ചി നിങ്ങൾക്ക് കഴിച്ചുകൂടാ. അപ്പൊ ഈ ചെരുപ്പ് കുത്തിയായി മനുഷ്യൻ ചോദിച്ചു, ഞാനും മുസ്ലിമോ നിങ്ങളും മുസ്ലിമോ? നിങ്ങൾക്ക് കഴിക്കാമെങ്കിൽ എനിക്കും കഴിക്കാമല്ലോ, പിന്നെ എന്തേ തരാത്ത? ആ സമയത്ത് ആ സഹോദരി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി, എനിക്ക് 2 മക്കളാവുള്ള, ആരും ഞങ്ങളെ സഹായിക്കുന്നില്ല. എൻ്റെ മക്കൾ കുറേ കാലം കൊണ്ട് ഇറച്ചി വാങ്ങിത്താ ഉമ്മ എന്ന് പറഞ്ഞ് എന്നോട് ചോദിക്കുന്നു. എൻ്റെ കയ്യിൽ പൈസയില്ല. എത്രയോ കാലം കൊണ്ട് എൻ്റെ മക്കൾ ഇറച്ചിക്ക് വേണ്ടി കിടന്ന് കരയാ, എൻ്റെ കയ്യിൽ വാങ്ങാൻ പൈസയില്ല. ഇന്ന് ഞാൻ വഴിയിലൂടെ നടന്നു വരുമ്പോൾ ഒരു കോവർ കഴുത ചത്ത് കിടക്കുന്നു, ഒരു കഴുത ചത്ത് കിടക്കുന്നു. മക്കൾ ഇറച്ചി കഴിക്കണമെന്ന് പറഞ്ഞ് ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. വാങ്ങാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ചത്ത് കടന്ന കഴുതയുടെ ഇറച്ചി ഞാൻ വെട്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചതാ. അല്ലാഹുവേ, ചെരുപ്പ് കുത്തിയായ മനുഷ്യന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. ആ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്റെ വീട്ടിലേക്ക് ഓടി ചെന്നിട്ട് വർഷങ്ങളോളം സമ്പാദിച്ചു വെച്ചിരുന്ന ഹജ്ജിന് പോകാനുള്ള പൈസ എടുത്തുകൊണ്ട് വീടിന്റെ വെളിയിൽ ഇറങ്ങിയപ്പോ ഭാര്യ ചോദിച്ചു, നിങ്ങൾ എവിടെ കൊണ്ടുപോവാ? ഹജ്ജ് അയൽവാസിക്ക് കൊടുക്കാനാ. ഭാര്യ ചോദിച്ചു, ഇത് ഹജ്ജിന് പോകാൻ വെച്ച പൈസയല്ലേ? ആ സമയത്ത് ആ ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ പറഞ്ഞു, പെണ്ണെ, എന്റെ വീടിന്റെ പരിസരത്ത് ഒരു നേരത്ത് ഒരല്പം ഇറച്ചി കഴിക്കാൻ ഗതിയില്ലാതെ ചത്തുപോയ കഴുതയുടെ ഇറച്ചി തിന്നേണ്ട അവസ്ഥയിൽ എന്റെ അയൽവാസി കിടക്കുമ്പോ, യതീമായ മക്കള് കിടക്കുമ്പോ അവർക്ക് കൊടുക്കാതെ ഈ പൈസയും കൊണ്ട് ഞാൻ മക്കത്ത് പോയിട്ട് കാര്യമില്ല. ഈ പൈസ കൊണ്ടുപോയി ഞാൻ അള്ളാഹുവിന്റെ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യുന്നതിനേക്കാളും നല്ലത് എന്റെ ഈ അയൽവാസിക്ക് കൊടുക്കലാണെന്ന് പറഞ്ഞ് ആ വീട്ടിലേക്ക് കൊണ്ടുപോയി വർഷങ്ങളോളം കാത്തുവച്ചിരുന്ന പൈസ കൊണ്ട് സദഖ കൊടുത്ത ഒറ്റ നന്മയ്ക്കാണ് അള്ളാഹു ആ മനുഷ്യന് ഹജ്ജ് ചെയ്ത പ്രതിഫലം തൗഫീഖ് കൊടുത്തതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹജ്ജെന്ന് പറഞ്ഞാൽ അത് അല്ലാഹു നമുക്ക് നൽകുന്ന വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് റമളാനൊക്കെ കടന്നു വരുന്നു. എത്രയോ പാപങ്ങൾ തിരിഞ്ഞു നോക്കണം സഹോദര. ഒരു കിറ്റൊക്കെ നിങ്ങൾ വാങ്ങിക്കൊടുക്കണം. റമളാൻ മാസത്തിൽ നിങ്ങളൊക്കെ ഒരു കിറ്റ്. ഞാൻ ഇന്നലെ എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ വാപ്പാടെ ഒരു കൂട്ടുകാരൻ, അല്ലാഹു പടച്ചവനെ അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാഹ്. എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് കരയാ, മോനെ എന്തെങ്കിലും താ മോനെ, ഭക്ഷണം കഴിച്ചില്ല മോനെ, എൻ്റെ കയ്യിലൊന്നുമില്ല, ഇന്ന് ഞാൻ പട്ടിണിയാ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല, എന്തെങ്കിലും താ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉപ്പാനെ അറിയുന്ന ഒരു മനുഷ്യൻ ചോദിച്ചപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. സഹോദര, ഇതുപോലെ എത്രയോ പാവങ്ങളുണ്ട്. പരിശുദ്ധമായ റമളാൻ കടന്നു വരുന്നു. നിന്റെ വാപ്പാടെ കൂട്ടുകാര്, നിന്റെ ഉമ്മാടെ കൂട്ടുകാര്, നിന്റെ മാതാവിന്റെ കുടുംബക്കാര്, നിന്റെ പിതാവിന്റെ കുടുംബക്കാര്, നിന്റെ സഹോദരങ്ങൾ, അല്ലെങ്കിൽ നിന്റെ അയൽവാസികൾ, അൽഹംദുലില്ലാഹ് നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നത് നിങ്ങൾ കൊടുക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് കൊട്ടാരം പണിയാനൊന്നുമല്ല, വെയിൽ കൊള്ളാതെ മഴ പെയ്യുമ്പോൾ നനയാതെ അല്ലാഹുവെ കയറി കിടക്കാൻ ഒരു ചെറിയ ഒരു കൂര വെക്കുന്നതിന് വേണ്ടിയാ. അതിന്റെ പണി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം, ഒന്ന്, നിനക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 2, വാപ്പ ഒരു നല്ല മരണമാ. വാപ്പ, എൻ്റെ ഉപ്പ, നിനക്കൊരു നല്ല മരണം വേണ്ടേ? നിനക്ക് മോഹമില്ലേ നല്ലതുപോലെ മരിക്കാൻ? എൻ്റെ പ്രിയപ്പെട്ടവരെ, കണ്ണു തള്ളി വായിലൂടെ പതയും നൊരയും ഒലിപ്പിച്ച് മുഖം കറുത്ത് കാണാൻ വരുന്നവരെ പേടിപ്പിച്ചുകൊണ്ട് കിടക്കുന്ന ചില മയ്യത്തുകളുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് നീ കാക്കണേ അല്ലാ. മയ്യത്ത് കുളിപ്പിക്കുന്നവർക്കറിയാം, മലമൂത്ര വിസർജനമൊക്കെ നടത്തിയിട്ടുണ്ടാകും. വാപ്പ ഒന്ന് ചിരിച്ചുകൊണ്ട് കിടക്കണ്ടേ? വാപ്പ, വെള്ള തുണി മുഖത്തുനിന്ന് ഉയർത്തുമ്പോ നിനക്ക് ചിരിക്കണ്ടേ? ആ ചിരിക്കാനുള്ള വഴിയാ പറയുന്നേ. ഈ പാവപ്പെട്ട കുടുംബത്തിന് ഒരു ചാക്ക് സിമന്റ്, ഒരു കട്ട നീ വാങ്ങിക്കൊടുത്ത അല്ലാഹുവെ, നീ മരിക്കുമ്പോ അല്ലാഹു നിനക്ക് സ്വർഗം കാണിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞ് സ്വർഗം കണ്ടിട്ടേ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അൽഹംദുലില്ലാഹ് ഈ ശഅബാനിന്റെ രാത്രിയ പാപങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ കഴുകിക്കളയുക. മരിച്ചു പോകുമ്പോൾ ഇതൊക്കെ കാണത്തുള്ളൂ വാപ്പ.
മരിച്ചു പോകുമ്പോൾ ഇതൊക്കെ കാണൂ. ഞാൻ ഇന്നല്ല ഞാൻ ചിന്തിക്കാറ്, എൻ്റെ വാപ്പാടെ മയ്യത്ത് ഞാൻ കൊണ്ടുപോയതാ, ഒന്നും കൊണ്ടുപോയില്ല സാധു, ഒന്നും കൊണ്ടുപോയില്ല. ആകെയുള്ള സമ്പാദ്യം തനിക്ക് അല്ലാഹു കൊടുത്ത മക്കൾ 6 പേരെയും അദ്ദേഹം ആലിമീങ്ങളാക്കി. അതന്നെ അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കുമാറാകട്ടെ. എല്ലാവരും പറയും, ഉസ്താദേ ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്, റേഷൻ ചോറ് റേഷൻ അരി വാങ്ങി തിന്നിട്ടുണ്ട് ഉസ്താദേ, പഴങ്ങഞ്ഞു കുടിച്ചിട്ടുണ്ട് ഉസ്താദേ, അല്ലാഹുവേ തിന്നാനില്ലാതെ വീടിൻ്റെ അകത്ത് കിടന്ന് കരഞ്ഞിട്ടുണ്ട് ഞാനും നിങ്ങളും. എൻ്റെ പ്രിയപ്പെട്ടവരെ, പറയാൻ എളുപ്പമാണ്, പക്ഷെ മറ്റൊരുത്തൻ അങ്ങനെ അനുഭവിക്കുന്നത് കാണുമ്പോൾ നമ്മൾ പലതും മറന്നുപോകും. അതുകൊണ്ട് അള്ളാഹു ഒരു പ്രതിഫലമേ പറഞ്ഞുള്ളൂ. അല്ല വാക്ക് പറഞ്ഞതിനെ പോലെ മാറ്റുന്നവനൊന്നുമല്ല. അല്ല പറഞ്ഞതാ. അള്ളാഹു പറഞ്ഞു, നീ മരിക്കുമ്പോൾ നിനക്ക് അള്ളാഹു സ്വർഗം കാണിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗം കണ്ടിട്ടേ നീ മരിക്കൂ. ഇന്ന് നിനക്ക് ആരോഗ്യമുണ്ട്, പത്തനാപുരം അടുത്താണല്ലോ. അള്ളാഹുവേ, ഞാൻ അവിടെ പോകുമ്പോ പടച്ചോനെ, ഒരു കുട്ടി മാത്രം അവിടെ നിൽക്കണു, ആരുമില്ല. ഞാൻ ചോദിച്ചു, മോനെ ഉസ്താദില്ലേടാ? ഉസ്താദില്ല. എല്ലാരും എന്തേ വീട്ടിൽ പോയി, നീ എന്തേടാ പോകാത്തെ? നീ എന്തേ പോകാത്തെ? അപ്പൊ ഇങ്ങനെ തലകുനിച്ച് നിൽക്ക. ആ മോനിങ്ങനെ തലകുനിച്ച് നിൽക്ക. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോ, എന്താ മോനെ നീ എന്താ വീട്ടിൽ പോകാത്തെ? എനിക്ക് ആരുമില്ല ഉസ്താദെ, വാപ്പായില്ല, ഉമ്മയില്ല, അപ്പായില്ല, ഉമ്മയില്ല, കരയാ മോൻ, എവിടെ പോവാനാ? അള്ളാഹു അങ്ങനെ ഒരു ഗതി ഞങ്ങളുടെ മക്കൾക്ക് നീ വരുത്തല്ലേ അല്ലാഹ്. അള്ളാഹു അങ്ങനെ ഒരു അവസ്ഥ മക്കളെ എത്തിക്കാനെ കൊണ്ടിടേണ്ട ഒരു അവസ്ഥ നീ തരല്ലേ പടച്ചോനെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുമ്പോൾ നിങ്ങൾ സ്വർഗം കണ്ടിട്ടേ മരിക്കാവൂ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എന്നെങ്കിലും എപ്പോഴാണെന്നറിയില്ല, വസ്തുവൊക്കെ വാങ്ങിയതിനു ശേഷം ഇൻഷാ അല്ലാഹ് ആ വീടിന്റെ പണി നടക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സദക്ക ഇൻഷാ അല്ലാഹ് ഉസ്താദെ ഞാനൊരു 10 ചാക്ക് സിമെന്റ് ഞാൻ വാങ്ങിക്കൊടുക്കാം. എനിക്ക് ആയുസ് ഉണ്ടെങ്കിൽ ഒരു 5 ചാക്ക് സിമെന്റ്, ഒരു 10 ചാക്ക് സിമെന്റ് എനിക്ക് അള്ളാഹു ആയുസ് തന്നാൽ ഞാൻ വാങ്ങിക്കൊടുത്തേക്കാം. നീയത്ത് ചെയ്യാൻ മനസ്സുള്ള, അള്ളാഹു തോന്നിപ്പിക്കുന്നാലേ പറ്റത്തുള്ളൂ. പടച്ചവനെ തീരുമാനിക്കുന്നേ. മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. എത്ര ചാക്ക് സിമെന്റ്? ആ സഹോദരൻ ഒരു 10 ചാക്ക് സിമെന്റ്. നിങ്ങളപ്പം നമ്മുടെ അദ്ദേഹം അൽഹംദുലില്ലാഹ് ഓച്ചറക്കാരനാ, ഇവിടെ വന്നിട്ട് ഡേറ്റ് മേടിച്ചു. നിങ്ങളെ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കുന്ന കൂട്ടായ്മയാണ് അൽഹംദുലില്ലാഹ്. AMS അൻസാറുൽ മുസ്ലിമീൻ സംഘം ഓച്ചിറ അൽഹംദുലില്ലാഹ് ജൂലൈ 27 നടക്കുന്നു. അവിടെ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കുക. ഈ നാട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് സംഘടനയുമായിട്ടൊന്ന് ബന്ധപ്പെടുക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒന്ന് കൈവക്കിക്കേപ്പ ആ സിമെന്റ് കൊടുക്കാന്ന് പറഞ്ഞു. ആ സിമെന്റ് കൊടുക്കുക. ഒരു സഹോദരൻ 10, അവിടെ ഒരാൾ 20. നിങ്ങൾ 5 അല്ലേ? 5, 25, 30, 35, 40, 40, 45 ഇൻഷാ അല്ലാഹ്. അവൻ കൈവക്കിയതല്ലേ ഇപ്പൊ? അൽഹംദുലില്ലാഹ് 50, 55 ചാക്ക് സിമെന്റ്, 60 കുലൂ തക്ബീർ. പോരെ എന്തേ 60 ചാക്ക് സിമെന്റ് പോരെ? മതിയോ? സന്തോഷം, അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹുവേ, ഈ 60 പേര്, ഈ 65 ചാക്ക് സിമെന്റ് നീ ഇവർക്ക് സ്വർഗം കൊടുക്കണേ തമ്പുരാൻ. ഇവർക്ക് നീ സ്വർഗം കൊടുക്കണേ റഹ്മാൻ. എത്ര കല്ല് വേണം? ഒരു പറചങ്ങാതി എത്ര കല്ല് വേണം വീട് വെക്കാൻ? ചെറിയ രീതിയിലുള്ളൊരു വീട് 1000 കല്ലാവോ? ആവൂലേ? 1000 കല്ലാവൂലൊരു വീട് വെക്കാൻ? അതിൽ കൂടുതൽ. ഒരു കല്ലിന് എന്താ വില? ഒരു കല്ലിന് എന്താ വില? 35 രൂപ. ഒരു 50 കല്ലാകുമ്പോ എന്താവും? ഒരു 100 കല്ല് ഇൻഷാ അല്ലാഹ്. ഉസ്താദെ, ഒരു 100 കല്ല് ഞാൻ വാങ്ങിക്കൊടുക്കാം ഉസ്താദെ. അതിന്റെ സമയമാകുമ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്ക്. അൽഹംദുലില്ലാഹ്. ഒരു സഹോദരൻ, എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന സഹോദരൻ, അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു 100 കല്ല്. അൽഹംദുലില്ലാഹ്. ഒരു 100 കല്ല്. അൽഹംദുലില്ലാഹ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. 200. ഇനി ആരാ? ഒരു 100 കല്ല് ഇൻഷാ അല്ലാഹ്. 2000 2500 രൂപയേ ഉള്ളൂ സഹോദര. 2 പേരായി. ഇനി ആരാ? ഇൻഷാ അല്ലാഹ് 3. നിങ്ങളവിടെ ഇരിക്കാം, നമ്മൾ അവസാനം പിടിക്കാൻ നിർത്തിയേക്ക്. അവിടെ ഇരുന്നു. ഇൻഷാ അല്ലാഹ് 2. ഇനി ആരാ ഉള്ള? 3. അൽഹംദുലില്ലാഹ്. നിങ്ങൾ ഒന്നുകൂടെ അൽഹംദുലില്ലാഹ്. 4 കുലൂ തക്ബീർ. മോനെ 5 കുലൂ തക്ബീർ. ഇൻഷാ അല്ലാഹ് 500 കല്ലായി സഹോദര. ആരാ ഉള്ള? ഒരു 100 കല്ല്. എൻ്റെ ഉമ്മമാരുമ്മ ഒരു 100 കല്ലിന്റെ പൈസ ഉമ്മ 2000 2500 രൂപയുള്ള ഉമ്മ. അൽഹംദുലില്ലാഹ്. ഒരാൾ കൂടെ 6 കുലൂ തക്ബീർ. ആരാ? 7ാമത്തെ ഏറ്റവും പുറകിലൊരു സഹോദരൻ 7. ഇൻഷാ അല്ലാഹ്. ഇനി ആരാ ഉള്ള? 7 പേരായി. ഒരു 3 പേര് കൂടെ ഇൻഷാ അല്ലാഹ് ഒരു 1000 കല്ല് തേക്കണം. അൽഹംദുലില്ലാഹ്. ഒരു 3 ആണുങ്ങൾ കൂടെ കൈപൊക്കിക്കുക ഉസ്താദെ.
അള്ളാഹു ആയുസ് തന്നാ ഞാൻ കൊടുക്കാം. അൽഹംദുലില്ലാ ഒരാൾ കൂടെ അൽഹംദുലില്ലാ 8, 9, 10 ഖുലൂത്ത് കുബീർ. അള്ളാഹുവേ 10 സ്വഹാബികളുടെ പേര് പറഞ്ഞിട്ട് പ്രവാചകൻ പറഞ്ഞു 10 പേരും സ്വർഗത്തിലാ. ഈ 10 പേർക്ക് നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. മരിക്കുമ്പോ സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അള്ളാഹുവേ. ഇവരുടെ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. 1000 കല്ല് ഖുലൂത്ത് കുബീർ, ഖുലൂത്ത് കുബീർ സഹോദരിമാരുടെ ഭാഗത്തേക്ക് ഇനി ഒരു 50 കല്ല്, ഒരു 50 കല്ല് ഉസ്താദെ ഞാൻ വാങ്ങി കൊടുക്കാം. അൽഹംദുലില്ലാ 1. ഇനി ആരാ ഉള്ളത്? ഒരു 2, 3 ഇൻഷാ അല്ലാഹ് 3, 4 ഖുലൂത്ത് കുബീർ. അപ്പൊ 1200 കല്ല. ഇനി ആരാ ഉള്ളത്? ഒരു 50 കല്ല് ഇൻഷാ അല്ലാഹ്. ഒരു 1500 കല്ല് വേണം ഒരു വീട് വെക്കാൻ. അൽഹംദുലില്ലാ 1250 ആയി. ആരാ ഒരാൾ കൂടെ കൈവക്കിക്ക്? 300 ഖുലൂത്ത് കുബീർ. ഇനി ആരാ? 350. ഇനി ആരാ? ഒരു 50 കല്ല്. അൽഹംദുലില്ലാ 2 ഇൻഷാ അല്ലാഹ് 3 ഇനി ഒരാൾ കൂടെ 450. ഒരാൾ കൂടെ ഇൻഷാ അല്ലാഹ് 500 കല്ല്. പോപ്പാ 1500 കല്ല് മതി. പോരേക്കാ? 1500 പോരെ? വീട് പണി അറിയുന്ന ആരെങ്കിലും ഉണ്ടോപ്പാ? എന്താ 1500 കല്ല് പോരെ? അൽഹംദുലില്ലാ ഖുലൂത്ത് കുബീർ, ഖുലൂത്ത് കുബീർ. എന്റെ സഹോദരിമാർ ഇൻഷാ അല്ലാഹ് ഈ മറയ്ക്കപ്പുറത്തേക്ക് പോ. ആരെങ്കിലും അല്ലാഹു ഇഷ്ടപ്പെട്ട ഉസ്താദെ മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജ്റുൽ അസ്വദ് എനിക്കൊന്ന് തൊടണം ഉസ്താദെ, മുത്താൻ പറ്റിയില്ലെങ്കിലും അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് എനിക്കൊന്ന് ദുആ ചെയ്യണം. സംസം വെള്ളം മക്കത്ത് പോയിട്ട് സ്വന്തം കൈകൊണ്ട് കോരി കുടിക്കണം ഉസ്താദേ. അല്ലാഹുവേ പടച്ചവനെ ഈ പെങ്ങന്മാർക്ക് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഈ പെങ്ങന്മാർക്ക് നീ ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ. എന്റെ പ്രിയമുള്ളവരെ സഹോദരിമാരുടെ ഭാഗത്തേക്ക് കടന്നു പോകണം. ഉസ്താദേ 1000 രൂപ ഞാൻ തരാം. എന്തിനാ? ആ വീട് ടൈലിടാൻ. ആ വീട് ടൈലിടുന്നതിന് വേണ്ടി 1000 രൂപ ഞാൻ തരാം. മനസ്സുടോ? സംഘാടകരൊന്ന് സഹോദരിമാരുടെ ഭാഗത്തേക്ക് പോ. അല്ലാഹുവേ നീ ഇഷ്ടപ്പെട്ടവരെ നീ തന്നെ തെരഞ്ഞെടുക്കണേ തമ്പുരാനെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഖുലൂത്ത് കുബീർ, ഉറക്കപ്പറ ഖുലൂത്ത് കുബീർ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അൽഹംദുലില്ലാ മരണപ്പെട്ടു പോയ മകൻ മുഹമ്മദ് സാദിഖിന് വേണ്ടി ദുആ ചെയ്യാൻ 4001 രൂപ സദഖ ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ അല്ലാഹു ആ പൊന്നുമോന്റെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ ആ ടൈലിലേക്ക് 4000 രൂപ വിട്ടിട്ടുണ്ട്. സഹോദരിമാരുടെ ഭാഗത്തേക്ക് പോകണം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ ആ വീടിന് വയറിങ് മറ്റുള്ളതെല്ലാം കൂടെ എന്തോ ആവുക വില? ഒരു വീടിന്റെ വയറിങ്ങിന്റെ സാധനം എല്ലാം കൂടെ എന്താവും? ഒരു 50,000. 50-ന് മുകളിലാവോ? ഒരു 60,000 രൂപ മതിയോ? എന്താ ഇതെങ്ങനെ? ഒരു ചെറിയ വീടിന്റെ അകത്ത് വയറിങ് 1 ലക്ഷം രൂപ ആവോ? 50,000 രൂപ നമ്മുടെ ഓച്ചിറയിലെ കാക്ക എന്താ ഒരു വീട്, ചെറിയൊരു വീടിന്റെ വയറിങ്ങിന് എത്ര രൂപ? 19,000, ഒരു 60,000 രൂപ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. ആ ചങ്ങായിയുടെ പേരെന്തോ? സുനീർക്ക. ആ 60,000 രൂപ നിങ്ങൾക്കുള്ളത്. അല്ലാഹു അദ്ദേഹത്തിന്റെ പൊന്നുമോനെ ഹാഫിളാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹ് ഖുർആനിനെ ഇഷ്ടപ്പെടുന്ന സാധുവ ഒരു ഹാഫിളിന്റെ വാപ്പായ്ക്ക് കൊടുക്കുന്ന പ്രതിഫലം ആ പാവപ്പെട്ടവനും ഭാര്യയ്ക്കും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാൻ. അല്ലാഹുവേ പൊന്നുമോനെ നീ ഹാഫിളാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ ഖുർആൻ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ ആ പൊന്നുമോനെ നീ പെടുത്തണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും നീ സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹ് ഇങ്ങനെ ഒരു മകനെ എനിക്ക് കിട്ടിയല്ലോ എന്നോർത്തിട്ട് ആ കുടുംബം സന്തോഷിക്കണേ റഹ്മാനെ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അൽഹംദുലില്ലാ സിമന്റ് കിട്ടി, കല്ല് കിട്ടി. അൽഹംദുലില്ലാ വയറിങ്ങുമായി. ഇനി സഹോദരിമാര് അൽഹംദുലില്ലാ ഇനി ടൈലാ വേണ്ട. ടൈലും കമ്പിയും കൂടെ ഇൻഷാ അല്ലാഹ്. ഞാൻ അടങ്കലെടുക്കുന്നില്ല, എല്ലാം കൂടെ എടുത്തിട്ട് വേണ്ടല്ലോ. എന്റെ ഉമ്മമാർ 1000 രൂപ വെച്ച് മനസ്സുണ്ടോ ഉമ്മ? സ്വർഗവാ ഉമ്മ അല്ല തരാന്ന് പറഞ്ഞ് നീ ഇന്ന് കൊടുക്കണ്ട ഉമ്മ, നീ ഇന്ന് കൊടുക്കണ്ട. നിന്റെ ശരീരത്ത് കിടക്കുന്ന സ്വർണ്ണമൊന്നും നീ ഊരണ്ട. 1000 രൂപ ഉസ്താദെ എനിക്കറിയാം എന്നെ എന്റെ ഉപ്പ വളർത്തിയത് വളരെ കഷ്ടപ്പെട്ട ആ ഒരു ഓർമ്മയോടുകൂടി 1000 രൂപയെ 2000 രൂപ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് അൽഹംദുലില്ലാ ആ ടൈല് വാങ്ങുന്നതിന് വേണ്ടി കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ കൊടുക്കുക. അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സംഘാടകർ ആരെങ്കിലും അപ്പുറത്തുണ്ടോ?
ആരെങ്കിലും ഉണ്ടോ? എനിക്കറിയണം ഇതിനകത്ത് ഏതെങ്കിലും ഒരു പെണ്ണുണ്ടോ തരാൻ മനസ്സുള്ളത്. കാരണം ഇവര് പറയും പ്രസവത്തിന് മരണവേദനയാണ്, അനുഭവിച്ചിട്ട് കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ ബാക്കി പറയണം. എടാ ഇവരൊക്കെ അനുഭവിച്ചവരാ. എനിക്കറിയാം, നമുക്ക് ആർക്കെങ്കിലും പ്രസവത്തിന്റെ വേദന അറിയാവോ? ഒരു വേദന നമുക്കറിയത്തില്ല. എന്നാ ഇവരനുഭവിച്ചു. ഇവര് പറയും മരണത്തിന്റെ വേദനയാണെന്ന്. ഇതിനേക്കാളും ഒരു വലിയ വേദന നിനക്ക് വരാനുണ്ട്. ആ വേദനിക്കുന്ന സമയം നിനക്ക് സ്വർഗം കണ്ടിട്ട് മരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൊടുക്ക്. ചങ്ങാതി പോ, പുറത്ത് പൊക്കോ, അവിടെ ആരെങ്കിലും പൊക്കോ, നീ പോ, ഫോൺ നമ്പർ വാങ്ങാതിരുന്നാ മതി, പൊക്കോ. പോയിട്ട് വാ, നിന്റെ ഉമ്മാടെ തന്നെ ആദ്യം പോ, നിന്റെ ഉമ്മാടെ തന്നെ പോ. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും വേണോപ്പാ? ഇൻഷാ അല്ലാഹ്. ആ വീടിന് എന്തായാലും 2 വാതിലെങ്കിലും വേണ്ട. ഫ്രണ്ടിലും ബാക്കിലും ഒരു വാതിൽ വേണം മനുഷ്യ. വേണ്ടേക്ക നിങ്ങളെ നമ്മുടെ ആകെ ബലം പറ. വേണ്ടേ? 2 വാതിൽ വേണം, ഒരു 2 ജനല് വേണം. ഇൻഷാ അല്ലാഹ്. അതിനാരാപ്പോ ഉള്ളത്? ആരാപ്പോ ഉള്ളത്? നീ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കണുണ്ട്, അപ്പോഴേ നീ അയാളെ പിടിക്കാനാന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ്. എന്താ ആ വാതിൽ വാങ്ങി കൊടുക്കൂ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു അദ്ദേഹത്തിന്റെ മുഖത്ത് കണ്ട ഈ സന്തോഷം മരിച്ചു കിടക്കുമ്പോൾ നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്നവർ മുഴുവനും ഉറക്കെ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോ എന്താ ഉള്ളത്? എന്താ അക്കരയിലോട്ട് പോയിട്ടുണ്ട്, ഇതുവരെ ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല. പോയ വഴിയിൽ അഡ്രസ്സേ ഇല്ലതായ. നീയും പോ, നിങ്ങളും പൊക്കോ, പുറത്തോട്ട് പൊക്കോ. അപ്പൊ അൽഹംദുലില്ലാഹ്. കോണ്ടാക്ട് നൗഷാക്ക വന്ന കൈവക്കിക്ക. നൗഷാക്ക എഴുന്നേക്ക്. നൗഷാക്ക സ്വർഗത്തിൽ നീ പുറകെ വാ, വണ്ടി കയറി ഇരിക്കുക. സ്വർഗത്തിന്റെ അവകാശി അങ്ങിവാ. ഖുലൂ തക്ബീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കരുണക്കടലായ ദയാലുവായ അല്ലാഹ്, നൗഷാദ് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട അടിമ അല്ലാഹ്, ആ വീട് പണിയുന്നതിനുള്ള പൈസ കൂലി റബ്ബേ നൗഷാദിനെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാത്തിരക്ഷിക്കണേ അല്ലാഹ്. മരിച്ചാൽ നൗഷാദ് മരിച്ചതുപോലെ മരിക്കണമെന്ന് നീ നാട്ടുകാര് പറയണേ റബ്ബേ. ഈ സ്വതക്ക അതിനൊരു സബബാക്കണേ അല്ലാഹ്. നൗഷാദ് കണ്ണിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, കുഴപ്പമില്ല, സ്വർഗം കാണാം, അത് തന്നെ നല്ലത്. സ്വർഗം കണ്ടിട്ട് മരിക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ ജോലിയിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഒരു സഹോദരി അൽഹംദുലില്ലാഹ് തന്റെ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യാൻ 2000 രൂപ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു 6000 ആയി. എന്തേ അക്കരെ പോയിട്ട് പോടാ, അപ്പുറത്ത് പോടാ, നീ ഇവിടെ ഒന്നും വേണ്ട, ഇവിടെ മൊത്തം പിഴിഞ്ഞ് ഇനി അക്കരെ കയറി. കമ്പി വേണമില്ലേ? കമ്പി, അതിനെ ഞാനിപ്പോ ഒരു കിഡ്നി വന്നാലോ കമ്പി മേടിക്കാം. നീ ചിരി, എല്ലാം തുണിക്കപ്പുറത്തിരുന്ന് ചിരിച്ചോ. ഇപ്പം ചിരിക്കാൻ ഇല്ലാത്ത തായം കൊണ്ട് പറ്റും. പക്ഷെ ഈ ചിരി നീ മരിച്ചു കിടക്കുമ്പോ ചിരിക്കാൻ ഞാൻ ചോദിച്ചേ. നീ മരിച്ചു കിടക്കുമ്പോ നിനക്ക് ഇതുപോലെ ചിരിക്കാനുള്ള വഴിയാ ഞാൻ ചോദിക്കുന്നത്. വേണമെങ്കിൽ കൊടുത്തോ, കേബിളിന്റെ വാടകയേ ഉള്ളൂ. റമദാൻ മാസത്തിൽ അത് തുറക്കണ്ട, പൊട്ടിത്തെറിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പെട്ടെന്ന് കൊടുത്തോ ഇൻഷാ അല്ലാഹ്. നമുക്ക് ദുആ ചെയ്യാം. അപ്പൊ അൽഹംദുലില്ലാഹ്. അപ്പൊ എല്ലാവരും ഇൻഷാ അല്ലാഹ് മകൻ ഹാഫിളാകുന്നതിന് വേണ്ടി ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹ്. അല്ലാഹു പൊന്നുമോനെ ഹാഫിളാക്കുമാറാകട്ടെ. അപ്പൊ എന്താ ആ ടൈലും കൂടെ കിട്ടിയില്ലെങ്കിൽ ഞാനങ്ങ് നിർത്തിയേക്കായിരുന്നു. ഒരു എഞ്ചിനീയർ കോണ്ടാക്ട് എല്ലാം പോയാൽ മതി അല്ലേ? ഇൻഷാ അല്ലാഹ് സമയം. അപ്പൊ എന്തായാലും പെണ്ണുങ്ങൾ എഴുതുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ സ്വർഗത്തിൽ പോകാനുള്ള ഒരു സൂറത്ത് ഓതുവല്ലേ? ഓതുമ്പോ എന്ത് ചെയ്താൽ മതി? കരയണം. നിങ്ങൾ കരയണ്ട, അഭിനയിച്ചാൽ മതി. അഭിനയിച്ച് 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 എന്നെങ്കിലും ഒരു ദിവസം കരയും. അത് മതി സ്വർഗത്തിൽ പോകാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതല്ലേ, ഓതല്ലേ. സ്വർഗം വേണമെങ്കിൽ കൈവക്കിക്കേ. ഇതുപോലെ കൈവക്കിയ 2 വീട് പണിയായിരുന്നു. ഇതുപോലെ എല്ലാരും ഒന്ന് കൈവക്കിയിരുന്നെങ്കിൽ 2 വീട്. ഇൻഷാ അല്ലാഹ്. അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടി ദുആ ഒരു സഹോദരി കൂടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. ഇതിപ്പോ അവിടെ പോയ ചങ്ങാതി കണ്ടില്ലല്ലോ, ഓനെ തല്ലിക്കൊന്ന
എഴുതാ. ഹബീബ് മോനെ നീ കൂടെ പോ. പോകുന്നവരെയൊന്നും കാണുന്നില്ല അങ്ങോട്ട്. ഇങ്ങോട്ട് നോക്ക് താത്താമാരെ. ആ നിർത്ത്, വഴുത് നിർത്തിയല്ലോ. ഇങ്ങോട്ട് എഴുതിക്കോ, മറക്കണ്ടാട്ടാ. ശൈത്താൻ കൈ പിടിച്ചിട്ട് പറയും എഴുതില്ലേ എന്ന്. പോടാ എന്ന് പറഞ്ഞിട്ട് എഴുതിക്കൂട്. 1000 രൂപ വെച്ചില്ലെങ്കിൽ 2000 രൂപ വെച്ചു. അൽഹംദുലില്ലാഹ്, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സൂറത്തു തക്കാസുർ എന്ന് പറയുന്നൊരു സൂറത്തുണ്ട് ഖുർആനിൽ. അല്ലാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് ഓദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂന ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീമ സുമ്മ ലതറവുന്നഹാ عين اليقين ثم لتسألن يومئذ عن النعيم. صدق الله. ഓതാൻ അറിയുന്നവരൊക്കെ കൈ പൊക്കിക്കേ. സൂറത്തു തകാസുർ. അൽഹംദുലില്ലാഹ്. അപ്പൊ പോവല്ലേ? എവിടെ? ഉറക്കപ്പുറ മക്കൾ എവിടെ? അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. എന്തേപ്പ അങ്ങോട്ട് പോയവരെ ആരും കാണുന്നില്ല? അപ്പൊ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ആ വീടിന് ആവശ്യമുള്ള ടൈല് ഈ സാധു ഏറ്റെടുത്തിരിക്കുക. കുലൂ തക്ബീർ. അല്ലാഹുവേ, അംബാനിയൊന്നും ഇല്ല അല്ലാഹ്, പടച്ചവനെ വലിയ പണക്കാരനൊന്നുമല്ല, എങ്കിലും ഉള്ളതിൽ പങ്കു കൊടുത്തവനാ. ആ സാധുവിന്റെ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അദ്ദേഹത്തിന് നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാഹ്. ഭാര്യക്ക് പടച്ചോനെ നീ ആഫിയത്ത് നൽകണേ പടച്ചോനെ. അല്ലാഹ്, ഭർത്താവിന്റെ കൂടെ നിൽക്കുന്ന ഭാര്യയാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പെമ്മക്കള നീ ആ മക്കളെ സാലിഹത്തുകളാക്കണേ അല്ലാഹ്. നല്ല ജീവിതം കൊടുക്കണേ പടച്ചോനെ. അല്ലാഹുവേ, വീടിന്റെ അകത്ത് പ്രായമുള്ള ഉമ്മ നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. റബ്ബേ, മരിക്കുന്നതിന് മുമ്പ് കുടുംബസമേതം അല്ലാഹുവേ നിന്റെ കഅബ കാണാനുള്ള ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ആ സാധു മരിക്കുമ്പോ ഇതിന്റെ പ്രതിഫലം നീ കാണിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ അൽഹംദുലില്ലാഹ്. എന്തായടാ അനിയ? എന്തായി? വാ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. എന്താ മോനെ? ഇൻഷാ അല്ലാഹ്. കൊണ്ടു. മലയാളമൊക്കെ അറിയാൻ കുഴപ്പമൊന്നുമില്ല. അൽഹംദുലില്ലാഹ്. 1 2 3 4 5 6 7 8 9 ഇതിന്റെ ബാക്കിലുണ്ട്. അൽഹംദുലില്ലാഹ്. ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന അഫ്നാസ് ഹലാലായ മുറാദ് ഹാസിലാകാൻ 3333 രൂപ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ തലവേദന മാറാൻ വേണ്ടി നിയത്ത് ചെയ്തിരുന്ന കഴിഞ്ഞ വർഷം അൽഹംദുലില്ലാഹ് ഒരു സ്വർണ്ണമോതിരം അല്ലാഹുവേ ആ പെങ്ങൾക്ക് നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. അൽഹംദുലില്ലാഹ്. മരണപ്പെട്ടു പോയ വാപ്പായ്ക്ക് വേണ്ടി, കച്ചവടത്തിന് ബർക്കത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അപ്പോ സിമന്റായി, കല്ലായി, ടൈലായി, വാതിലൊക്കെയായി, പണിക്കൂലിയും കഴിഞ്ഞു. ഇനിയുള്ളത് കമ്പിയ. ഇപ്പൊ ഒരു 30,000 രൂപ കമ്പിക്കായിട്ടുണ്ട്. ബാക്കിയെല്ലാം കൂടെ വിചാരിച്ച ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ കറങ്ങിക്കോ. ഇനി വീടിന്റെ ഭാര്യ അച്ഛനെ വിളിച്ചാൽ മതി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പക്ഷെ എല്ലാമായി. വീടിന് ജാഗ വസ്തു മാത്രം ആയില്ല. വീട് പണിയാനുള്ള എല്ലാമായി, പിന്നെ എന്തായിട്ടില്ല? വസ്തു മാത്രം ആയിട്ടില്ല. അതുകൊണ്ട് മനസ്സുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ, റമളാൻ മാസമൊക്കെയാണ്, സക്കാത്ത് കൊടുക്കേണ്ട മാസമാണ് കടന്നു വരുന്നത്. അപ്പോൾ നിങ്ങളുടെ സക്കാത്തിന്റെ വിഹിതം ഇൻഷാ അല്ലാഹ് നിങ്ങൾ കഴിയുമെങ്കിൽ ആ വസ്തു വാങ്ങുന്നതിന് വേണ്ടി കൊടുത്ത അൽഹംദുലില്ലാഹ് പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. അൽഹംദുലില്ലാഹ്. അല്ലാഹു നല്ലൊരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. മതിയല്ലോ സഹോദരിമാർ, ഇനിയും തരാനുണ്ടെന്ന് എഴുതിക്കോ. വീടിന്റെ പ്രമാണം വരെ എഴുതി മേടിച്ചു. കൊടുത്തോ? അൽഹംദുലില്ലാഹ്. കൊടുത്തോ? പെട്ടെന്ന് കൊടുത്തു ഇൻഷാ അല്ലാഹ്. എല്ലാ സംഘാടകരൊക്കെ എന്താ എഴുന്നേറ്റ് ഈ കവർ മൊത്തം ഈ ഇരിക്കുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കൊടുത്ത് തീർത്തേരെ. എല്ലാവരുടെ കയ്യിൽ ഓരോ കവർ. നാളെ വരുമ്പോ ഇൻഷാ അല്ലാഹ് അതിനകത്ത്
അതിനകത്തൊരു ചെറിയൊരു സദക്ക. നാളെ ലാസ്റ്റ് ദിവസമല്ലേ, ഇൻഷാ അല്ലാഹ് നാളെ വരുമ്പോ ഉള്ളതിൽ പങ്കാ കവറിയിട്ട് ഇതിനകത്ത് കൊണ്ടുകൊടുക്കും. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ സാധുവ വയ്യ എങ്കിലും ഒരു സദക്ക അല്ലാഹു അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. എന്താ മതിയുടെ അനിയ വീട് പണിന്നില്ലേ? മതി, അൽഹംദുലില്ലാ. ഒരു താത്ത 200 കല്ല്, ഇനി എന്തിനാ കല്ലെല്ലാം കൂടെ? ഇൻഷാ അല്ലാഹ് ഇങ്ങോട്ട് നോക്ക്, നമുക്ക് ദുആ ചെയ്യാം. എല്ലാവരും എഴുന്നേറ്റ് ബിസ്മില്ലാ. പതുക്കെ പൊടി ഇളക്കരുത്, ദുആ ചെയ്യാം. ഇനി കൂടെ ഇവന്മാരുടെ കയ്യിലൊക്കെ പോലെ അനിയ ഈ കൊച്ചു കുട്ടികളുടെ കയ്യിലൊക്കെ കൊടുറാ. നാളെ ഉമ്മാടെ സദക്ക പിടിച്ചോണ്ട് വരട്ടെ. പെണ്ണുങ്ങളൊക്കെ എഴുന്നേറ്റ്. കുറെ നേരമായില്ല ഇരിക്കാൻ തുടങ്ങിട്ട്. എഴുന്നേക്കാ ആമിന. എല്ലാരും കവറ് മേടിച്ചോ, മൈക്കിളൊക്കെ. ഉമ്മാടുത്ത് പോയി പറയണ, ഉമ്മ ഇത്തിരി പൈസ കൊടുക്കാൻ. അൻവറെ എന്റെ താമസ വരാൻ. ഇങ്ങോട്ട് നോക്ക്. അപ്പൊ സൂറത്തു തക്കാസുർ ഓതൂലേ? അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചിലർക്ക് വലിയ വിഷമം, ഉസ്താദെ അത് വലിയ സൂറത്തായി പോയി, എനിക്കാണെങ്കിൽ ഓതാൻ അറിയത്തൊന്നുമില്ല. വല്ല ചെറുതുമായിരുന്നു. സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, ഇതറിയണവരൊക്കെ കൈവയ്ക്കുക. ഖുൽ ഹുവല്ലാഹു അഹദ്. മടിക്കുന്ന എന്തിനാ വാപ്പ? തെള്ളല്ലേടാ ചങ്ങായി വരാ. എന്തുവാടാ പാവപ്പെടാ? ഓനെ വിട്ടാരെ. ഖുൽ ഹുവല്ലാഹു ഓതാൻ അറിയാവോ? 12 പ്രതിഫലം അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്ര പ്രതിഫലം? അല്ലാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇങ്ങോട്ട് നോക്ക്. മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹാ 10 മറ. ഏതെങ്കിലും ഒരു മനുഷ്യൻ 10 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസ് ഈ 2 വരി പൂർണ്ണമായിട്ട് 10 പ്രാവശ്യം ഓതിയ, 10 പ്രാവശ്യം. അങ്ങന്മാര് കേൾക്കണം, സഹോദരിമാര് കേൾക്കണം. ഈ സൂറത്ത് 10 പ്രാവശ്യം ആരെങ്കിലും ഓതിയാൽ ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന, അല്ലാഹു നിനക്ക് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്ര പ്രാവശ്യം ഓതിയ? 10 പ്രാവശ്യം ആരെങ്കിലും ഈ സൂറത്ത് ഓതിയ അല്ലാഹു നിനക്ക് സ്വർഗ്ഗത്തിൽ ഒരു വീട് പണിയുമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ സ്വർഗ്ഗത്തിൽ വീട് പണിയുമല്ലേ? ഇവിടത്തെ വീട് പെണ്ണുപിള്ളയ്ക്കും മക്കൾക്കും കൊടുത്തേരെ. വേണ്ട. ഇവിടത്തെ വീടിന്റെ പ്രമാണം എടുത്ത് ഭാര്യക്കും മക്കൾക്കും കൊടുക്കാം. പാപ്പ നിങ്ങൾ എനിക്കിതൊന്നും വേണ്ട, അവിടെ വീടുണ്ടടാ. സ്വർഗത്തിലെ മലകളാ വില്ല പണിയുന്നത്, അവിടെ എഞ്ചിനീയർമാരൊക്കെ. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ആര് വീട് പണിയുന്നു? അള്ളാഹു മലക്കുകളോട് പറയും, ആ പാവപ്പെട്ടവന് വേണ്ടി നീ ഒരു വീട് പണി. 10 പ്രാവശ്യം ഈ സൂറത്ത് ഓതിയ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. വഅദ് കഴിഞ്ഞ് വീടെത്തുന്നതിന് മുമ്പ് 3 വീട് പണിയാൻ സ്വർഗത്തിൽ. ഇവിടുന്ന് വീടെത്തുന്നത് വരെ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇങ്ങനെ അങ്ങോട്ട് 10 പ്രാവശ്യം ഓതി ഒരു വീട്, അടുത്തത് 10 2 വീട്, 3 10 30. അൽഹംദുലില്ലാ 3 വീട് വീടെത്തുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിൽ പണി. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹാ 100 മറ. ഏതെങ്കിലും ഒരു മനുഷ്യൻ 100 പ്രാവശ്യം ഈ സൂറത്ത് ഓതിയാൽ 10ന്റെ പ്രതിഫലം പോയി കഴിഞ്ഞു. ഇനി ആരെങ്കിലും ഒരു മനുഷ്യൻ 100 പ്രാവശ്യം, ഒരു തസ്ബീഹയുടെ അളവാണല്ലോ, തസ്ബീഹയുടെ എണ്ണം കയ്യിലെടുത്ത് വെച്ച് 15 മിനിറ്റ് മതി 100 പ്രാവശ്യം ഓതാൻ. അനിയമുണ്ടായിരടാ, അവനെ വിട്ടാരടാ, ചങ്ങായി അവനെ അങ്ങോട്ട് കയറ്റി നിർത്തിയ ചെറിയവനെ ഇങ്ങോട്ട് കയറി. ഇനി ഇവിടെ നിന്ന് സംസാരിച്ചാൽ ഞാൻ ഫാത്തിഹ ഓതിപ്പിക്കും, സ്റ്റേജിൽ കയറ്റി നിർത്തി. പാട്ട് പാടിക്കെന്ന് പറഞ്ഞാൽ ഓൻ പാടും, പക്ഷെ ഖുർആൻ ഓതുന്ന് പറഞ്ഞാൽ പേടിയാ അല്ലേ? അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങളാക്കി തരുമാറാകണം. അപ്പൊ എല്ലാം ബിസിനസ് ആട്ടാ, എല്ലാവരും വലിയ ബിസിനസ്സാ. വാപ്പായ്ക്കൊന്നും ജോലിക്ക് പോണ്ട, വാപ്പായും ഉമ്മായും വീട്ടിൽ ഇരുന്നിട്ട് മക്കളെ റോഡിന്റെ സൈഡിൽ ഇരുത്തിയിരിക്കുക. ഉപ്പിലിട്ട നാരങ്ങ കച്ചവടത്തിൽ വെക്കേഷന്റെ സമയത്ത് ഉപ്പിലിട്ട നാരങ്ങ, ഉപ്പിലിട്ട നെല്ലിക്ക, മാങ്ങ കച്ചവടം നടത്തുക. എന്നിട്ട് വാപ്പായും ഉമ്മായും വീട്ടിൽ ഇരിക്കുക. ഇവൻ അംബാനി ആക്കിയിട്ട് വേണം അവർക്ക് ജീവിക്കാൻ. മദ്രസയിൽ വിടാനോ മയ്യത്ത് കുളിപ്പിക്കാൻ പഠിപ്പിക്കാനോ സമയമില്ല. മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കുക.
പണ്ട് പറയുമായിരുന്നു, എനിക്കേ പറ്റിയില്ല ഉസ്താദെ, എൻ്റെ മക്കളെയെങ്കിലും പഠിപ്പിക്കണോ. ആ ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകണം. നിങ്ങളുടെ വാപ്പാടെ മയ്യത്ത് കുളിപ്പിക്കാനും നിങ്ങളെ കൊണ്ട് പറ്റിയില്ല, നിങ്ങളുടെ മക്കൾക്കും ആ ഗതി വരരുത്, വിട്ടു പഠിപ്പിച്ചേക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആരെങ്കിലും ഒരു മനുഷ്യൻ 100 പ്രാവശ്യം, പെങ്ങളെ കേട്ടോ, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത് 100 പ്രാവശ്യം ആരെങ്കിലും ഓതിയാൽ അവൻ അള്ളാഹു തരുന്ന പ്രതിഫലം കേട്ടോ. അള്ളാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. പ്രതിഫലം കേട്ടിട്ട് തീരുമാനിക്കൂ ഓതണോ വേണോ. 50,000 വർഷത്തെ പാപം അള്ളാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 100 പ്രാവശ്യം ഈ സൂറത്ത് ഓതിയ നിന്റെ 50 വർഷത്തെ പാപം എന്ന് പറഞ്ഞാൽ അത്രയും പാപം, നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. 2 ഖബറിന്റെ അടുത്ത് നിന്ന് അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോ ഖബറിന്റെ മുകളിൽ ഉണ്ടാകും ഈ സൂറത്ത്. 100 പ്രാവശ്യം നീ ഓതി ഈ സൂറത്ത് നിന്റെ ഖബറിന്റെ മുന്നിലുണ്ടാകും. ഒരു പ്രകാശമായിട്ട് നിന്നെ ഇങ്ങനെ കൊണ്ടുപോകും, വഴി തെളിയിച്ചു വഴി ഇങ്ങനെ കൊണ്ടുപോകാം. നിന്നിങ്ങനെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിലൂടെ വഴി തെളിയിച്ച് ഇങ്ങനെ കൊണ്ടുപോയി സ്വർഗം വരെ നിന്നെ ഈ സൂറത്ത് കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഓതുവോ? ഓതിക്കൂടെ? 10 പ്രാവശ്യം ഓതിയ വീട് ഈ 100ന്റെ അകത്തെല്ലാം ഈ 100ന്റെ അകത്തെല്ലാം പെട്ട് സ്വർഗത്തിന്റെ 50,000 വർഷത്തെ പാപം പുറത്തു. 2 സ്വർഗത്തിൽ പോകാം, സ്വർഗത്തിൽ വീടുമായി. ഇനി എന്നാ വേണം? അള്ളാഹു ഇന്നത്തെ വയത് പ്രയോജനമായി. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അസുഖങ്ങൾ മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ, സൗദിയിൽ പോകുന്നതിന് വേണ്ടി വിസ ശരിയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ, അള്ളാഹു അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ അള്ളാഹു സാധിച്ചു കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിഞ്ഞൂടെ? ഇൻഷാ അല്ലാഹ് അപ്പൊ ഇനി വീടിന്റെ പാലിയാച്ചിനെ വിളിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. ഈ നാട്ടിലെ ഏതെങ്കിലും പാവപ്പെട്ട പെൺകുട്ടികൾ, വിവാഹം കഴിച്ചു കൊടുക്കാൻ ഒരു ഗതിയില്ലാത്ത ഏതെങ്കിലും കുട്ടികൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഓച്ചിറയിലാണ് AMS അൻസാറുൽ മുസ്ലിമീൻ ചങ്ങാതിയുടെ നമ്പർ പിടിച്ചു വെച്ചോണം. ഇൻഷാ അല്ലാഹ് അർഹതപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു അപേക്ഷ കൊടുക്കുക. നിങ്ങൾ അർഹരാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അവരെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും ഇൻഷാ അല്ലാഹ് അവർ ചെയ്തു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ആ സംഘടനയെ അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമാറാകട്ടെ. അതിനുവേണ്ടി ഓടിച്ചാടി നടക്കുന്ന സഹോദരങ്ങൾ അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. എന്താ ഒരു പിണക്കം പോലെ സന്തോഷമില്ലല്ലോ? ദുആ ചെയ്യല്ലേ ഒരു ഇൻഷാ അല്ലാഹ്. പെണ്ണുങ്ങൾ ആരെങ്കിലും തന്നോ? ഇപ്പൊ സുഖല്ലേ പെണ്ണുങ്ങൾ വല്ലതും തന്നോ? മതിയല്ലോ, സന്തോഷമായില്ലേ? ഇൻഷാ അല്ലാഹ്. ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കണ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടേക്കാം. അള്ളാഹു പുറത്തിരുമാറാകട്ടെ. ദുആ ചെയ്യാം, ദുആ ചെയ്യാം. ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കൂ. എനിക്ക് ഇൻഷാ അല്ലാഹ് ഒന്നും വേണ്ട. സ്വീകരിക്കൂ ഇൻഷാ അല്ലാഹ്. വേണ്ട. ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നത് സംശയമുള്ള കാര്യങ്ങൾക്കാണ്. ദുആ സ്വീകരിക്കും. ഇന്നത്തെ സ്വീകരിച്ചില്ലെങ്കിൽ ഇനി ആര് എന്നത്തെ സ്വീകരിക്കാനാണ്? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. അർഹമു റഹീമായ കരുണയുള്ള ദയാലുവായ അല്ലാഹുവേ, ഒരുമിച്ച് കൂടലിനെ നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും എല്ലാം ഒരു സ്വാലിഹായ അമലാക്കണേ അല്ലാഹ്. തെറ്റുകളൊക്കെ നീ പുറത്തു മാപ്പാക്കി തരണേ പടച്ചോനെ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടാത്ത ഒരാളു പോലും ഈ സദസ്സിലില്ല റഹ്മാനെ. അല്ലാഹുവേ, ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് റഹ്മാനെ. പണവോ സമ്പാദ്യമോ കൊട്ടാരോ ഒന്നും വേണ്ട, ജീവിതത്തിൽ ചെയ്ത പാവം ഒന്ന് പുറത്തു തന്നാ മതി റഹ്മാനെ. അല്ലാഹുവേ, ഒന്ന് നന്നാകണമെന്ന് ആഗ്രഹമുണ്ട് റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു താ അല്ലാഹ്. ഇത് ഞങ്ങളുടെ തൗബയാണ് പടച്ചവനെ, ഇത് ഞങ്ങളുടെ തൗബയാണ് റഹ്മാനെ. ഇവിടെ നിന്നിറങ്ങി പോകുമ്പോ പാപങ്ങൾ പുറത്തവരായി നിലയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ അല്ലാഹ്.
ഈ പോകുന്ന വഴിയിലെങ്ങും മരിച്ചാ നീ സ്വർഗം തരണേ തമ്പുരാനെ. അള്ളാഹുവെ പടച്ചോനെ, ഞങ്ങളുടെ വാപ്പായും ഉമ്മായും പലരും ഖബറിന്റെ അകത്ത, അവരുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല. നീ കരുണ കാണിക്കണേ അല്ലാ, ഖബറ് വിശാലമാക്കണേ അല്ലാ, സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ, സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ തമ്പുരാൻ. വീടിന്റെ അകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാ, ശിഫ തരണേ അല്ലാ. അറുത്തു മുറിക്കല്ലേ തമ്പുരാനെ. കഷ്ടപ്പെട്ട് സമ്പാദിച്ച മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ക്യാൻസർ തരല്ലേ റഹ്മാനെ. കിഡ്നി തകർക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ, ശരീരം തളർന്ന് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂടെ കടന്നവര് ഞങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കല്ലേ അല്ലാ. സ്വന്തം മക്കള് വാപ്പായി ഉമ്മായി നോക്കി നോക്കി മടുത്തു, മരിച്ചാ മതിയെന്ന് ദുആ ചെയ്യുന്നത് വരെ എത്തിക്കല്ലേ റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. ഈ കഷ്ടപ്പെട്ട് വളർത്തുന്നത് വെറുതെ ആക്കല്ലേ പടച്ചവനെ. ഞങ്ങളെ കണ്ണുനീര് പിടിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. ഞങ്ങളെ നാണം കിടത്തുന്ന മക്കളാക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ, എപ്പോ എവിടെ വെച്ച് മരിക്കുന്നതെന്നറിയില്ല. ഈമാനോടുകൂടിയുള്ള ഒരു മരണം തരണേ റഹ്മാനെ. വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. കടക്കാരാക്കി മരിപ്പിക്കല്ലേ റബ്ബേ, കടക്കാരാക്കി മരിപ്പിക്കല്ലേ റബ്ബേ. 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, ഇവിടുത്തെ ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ശ്രവിയായ പണ്ഡിതന്മാരെ പെടുത്തണേ അല്ലാ. പടച്ചവനെ, പ്രത്യേകിച്ച് അർഷാദ് ഉസ്താദിന്റെ ഉപ്പയുടെ ഖബറിടം വിശാലമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, അദ്ദേഹത്തിന് നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ 12 മണി വരെ ഈ സദസ്സിലിരുന്ന എൻ്റെ വാപ്പമാർക്ക് നീ നല്ല മരണം കൊടുക്കണേ അല്ലാ. ഈ ചെറുപ്പക്കാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാവർക്കും നല്ല ജീവിതം കൊടുക്കണേ പടച്ചവൻ. എൻ്റെ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ലേ അല്ലാഹുവേ. ഒരുപാട് വേദന സാധുക്കൾ സഹിച്ചു, ഇനിയും നീ വേദനിപ്പിക്കല്ലേ റഹ്മാനെ. അറുത്തു മുറിക്കല്ലേ റഹ്മാനെ. കണ്ണുനീര് കുടിപ്പിക്കല്ലേ റഹ്മാനെ. സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, ഈ പരിപാടിയുടെ സംഘാടകരെ നീ കൈവിടല്ലേ അല്ലാ. അല്ലാഹുവേ, മാസങ്ങളായി കിടന്ന് നെട്ടോട്ട് ഓടുക, അവരുടെ ലക്ഷ്യങ്ങൾ നീ സാധിച്ചു കൊടുക്കണേ തമ്പുരാൻ. അല്ലാഹുവേ, പാവങ്ങളാ അല്ലാ, നീ അവരെ അനുഗ്രഹിക്കണേ പടച്ചവനെ. മാതാപിതാക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. ഈ നാടിന്റെ വെളിച്ചമാക്കണേ അല്ലാ. ഈ നാടിന്റെ വെളിച്ചമാക്കണേ അല്ലാ. ആ ഒത്തൊരുമ നീ നിലനിർത്തി കൊടുക്കണേ അല്ലാ. മൈക്ക് സെറ്റിന്റെ പ്രവർത്തകന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അഭിവൃദ്ധി നൽകണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ, ഈ ക്യാമറയുടെ പ്രവർത്തകന്മാരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. എല്ലാ കൂട്ടുകാർക്കും നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അമീൻ എന്ന് പറയുന്ന കൂടപ്പുറപ്പിനെ റബ്ബെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എൻ്റെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഈ ലൈവായിൽ കേൾക്കുന്ന എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നീ സാധിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ ആക്കിബത്ത് നന്നാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ആരെല്ലാം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, അൻവർ എന്ന സഹോദരൻ കൂടെ വന്ന കൂട്ടുകാർ രണ്ടുപേരെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ആ മുഖത്തെ സന്തോഷം എപ്പോഴും നിലനിർത്തി കൊടുക്കണേ പടച്ചവൻ. അല്ലാഹുവിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, എനിക്ക് ഭക്ഷണം തന്ന കുടുംബത്തിന് നീ സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. ഹൗദുൽ കൗസർ കൊടുക്കണേ അല്ലാ. സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ. അല്ലാഹുവേ, മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ റബ്ബേ. അല്ലാ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കൾക്ക് വാപ്പയില്ലാതാക്കല്ലേ പടച്ചവൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കി കളയല്ലേ റഹ്മാൻ. അല്ലാ, രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കല്ലേ അല്ലാഹു. റബ്ബേ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കബറടക്കേണ്ട അവസ്ഥ തരല്ലേ പടച്ചവൻ. അല്ലാഹുവേ, നിന്റെ മുന്നിൽ ഉയർത്തുന്ന ഈ കരങ്ങൾ ലോകത്താരുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ നീ തരല്ലേ റഹ്മാൻ. പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഇസ്സത്ത് നിലനിർത്തി തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരു പാവപ്പെട്ടവർക്ക് വീട് വെക്കാൻ ഒരു സദക്ക ചോദിച്ചപ്പോ തന്ന ഒരാളെ പോലും നീ മറക്കല്ലേ റബ്ബേ.
അള്ളാഹുവെ മരിക്കുന്ന സമയത്ത് നീ അവർക്കതിന്റെ പ്രതിഫലം കാണിച്ചു കൊടുക്കണേ റഹ്മാൻ. അള്ളാഹുവെ ഈ പരിപാടി നീ വിജയിപ്പിക്കണേ റഹ്മാനെ. ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും നല്ല മരണം കൊടുക്കണേ റബ്ബേ. അള്ളാഹുവെ എൻ്റെ പ്രിയപ്പെട്ട പിതാവ് റബ്ബേ നീ ഖബറിടം വിശാലമാക്കണേ അല്ലാ. എൻ്റെ ഉമ്മ റബ്ബേ നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ പടച്ചവൻ. അള്ളാഹുവെ എൻ്റെ കൂടപ്പിറപ്പുകളെ നീ അനുഗ്രഹിക്കണേ അല്ലോ പടച്ചവനെ. എൻ്റെ ഭാര്യ അള്ളാഹുവെ ആ പാപം വയ്യ റബ്ബേ നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ പടച്ചവൻ. അള്ളാഹുവെ എൻ്റെ രണ്ടു മക്കളെയും നീ ഹാഫിദീങ്ങളും ആലിമീങ്ങളും സ്വാലിഹീങ്ങളും ആക്കണേ റഹ്മാനെ. അള്ളാഹുവെ എൻ്റെ മക്കളുടെ പനിയൊക്കെ നീ മാറ്റി കൊടുക്കണേ തമ്പുരാൻ. അള്ളാഹു ഈ ശബ്ദം നീ നിലനിർത്തി തരണേ റഹ്മാനെ. അഹങ്കാരം തരല്ലേ പടച്ചവനെ. ഒന്ന വഴി മറക്കുന്നവനാക്കല്ലേ റഹ്മാനെ. ഇബാദത്തിന് തടസ്സമാകുന്ന ഒരു രോഗവും തരല്ലേ പടച്ചവനെ. അള്ളാഹുവെ റബ്ബേ ഈ ദുആ നീ കബൂലാക്കണേ അല്ലാ. അള്ളാഹുവെ 16 വയസ്സുള്ള തൻസീൽ എന്ന മകൻ അള്ളാഹുവെ നീ ആ പൊന്നുമോൻ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. ആ കുടുംബത്തിന് സമാധാനം നൽകണേ പടച്ചവനെ. അള്ളാഹുവെ ഹിഫ്ള് പഠിക്കുന്ന വിദ്യാർത്ഥികൾ മക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ അല്ലാ പടച്ചവനെ. റബ്ബേ 2 കിഡ്നിയും തകർന്നു കിടക്കുന്നു റബ്ബേ നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവെ റഹ്മാനെ റബ്ബേ ഈ ദുആ നീ കബൂലാക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ റബ്ബേ ഞങ്ങൾ ഇന്ന് പിരിയുകയാണ്. ജീവിതത്തിൽ ഇനി ഒരിക്കലും കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗ്ഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ അല്ലാ. അള്ളാഹുവെ വിശുദ്ധമായ റമളാനിനെ സ്വീകരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. ഈ മാസത്തിനെ ബഹുമാനിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ പടച്ചവനെ. ഈ മണ്ണിൽ നിന്ന് ഞങ്ങളെ മരിക്കുന്നതിന് മുമ്പ് കഅബാലയത്തിന്റെ മുറ്റത്തെത്തിക്കണേ തമ്പുരാനെ. ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഭാഗ്യം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഈ ദുആ അവസാന ദുആ ആക്കല്ലേ അല്ലാ. ഈ രാത്രി അവസാന രാത്രിയാക്കല്ലേ അല്ലാ. ഈ മജ്ലിസ് അവസാന മജ്ലിസ് ആക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഇന്ന് ഇവിടെ നിന്ന് പിരിഞ്ഞു നാളെ രാവിലെ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ച ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ റഹ്മാനെ. തൗബയാക്കണേ തമ്പുരാനെ. തൗബയാക്കണേ റഹ്മാനെ. اللهم رب ارحمهما كما ربياني صغيرا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل നടക്ക ദുആയിൽ ഈ പാവത്തിനെ കൂടെ ഉൾപ്പെടുത്തു. അല്ലാഹു ഇനി കാണാൻ ആയുസ് നൽകട്ടെ. വആഖിറു ദുആന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.